ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളാൽ പറ്റുന്ന സഹകരണം ഉറപ്പാക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഇന്ന് 2024 ജൂലൈ 31 ഈ മാസം ഇവിടെ അവസാനിക്കുകയാണ്. ബുധനാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത്. പ്രധാനപ്പെട്ട ഒരു വിശേഷം, ഇന്നലത്തെ ന്യൂസ് ഹൈലൈറ്റിൽ സെബിയുടെ പുതിയ നിയമങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന വിഷയത്തിൽ ഒരു കമ്പനി ഫോർമേഷൻ്റെ കാര്യം ഞാൻ കുറേ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്നലെ കിടന്നുറങ്ങാൻ പറ്റാത്ത വിധത്തിൽ 11 മണിക്കും 12 മണിക്കൊക്കെ എന്താണ് സെറ്റപ്പ്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റോ അങ്ങനെയൊന്നുമല്ല. അതേപോലെ രണ്ടാമതൊരു കാര്യം, ഞാനും എനിക്കൊരു പാർട്ട്ണറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കമ്പനിയുണ്ട്. അതിനകത്ത് പുറത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും തന്നെ സ്വീകരിക്കുന്നുമില്ല. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിലൊരു മാർക്കറ്റിംഗ് എന്ന രീതിയിൽ ചിന്തിക്കുന്നവരോട് അതാണ് ആദ്യമേ ഒരു ഡിസ്ക്ലൈമർ പോലെ ഉള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ച് പറഞ്ഞുതരാം. നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ ചിന്തിച്ച് കണ്ടെത്തിയ ആശയങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന രീതിയിലാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്യുമ്പോൾ അതിനകത്ത് ഏകദേശം 200ഓളം ആൾക്കാരെ ഷെയർ ഹോൾഡേഴ്സായിട്ട് കൊണ്ടുവരാൻ, നിയമപ്രകാരം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് അതിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ ഒരു 10-25 പേര് ചേർന്നിട്ട് ഈക്വൽ ഫണ്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് കമ്പനി ഫോം ചെയ്യാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഒത്തിരി പേര് ചോദിച്ചൊരു കാര്യം, നമ്മളൊരു കമ്പനി തുടങ്ങിയിട്ട് നമുക്ക് നാട്ടുകാരുടെ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ട്രേഡ് ചെയ്തൂടെ എന്നുള്ളതാണ്. നാട്ടുകാരുടെ നിന്ന് കാശ് വാങ്ങിച്ച് ട്രേഡ് ചെയ്യണം. കുറേ നിയമത്തിൻ്റെ നൂലാമാലകളുണ്ട്. അതുവഴി പോയി അതെല്ലാം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നാട്ടുകാരുടെ കാശ് വെച്ച് കളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ചിന്താഗതിയുള്ളവർ ഈ പരിപാടിയിലേക്ക് വരരുത്. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ വരുന്ന തലമുറക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ തുടങ്ങി വയ്ക്കുക. അതിനുശേഷം അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം ഇപ്പോൾ നിങ്ങൾക്ക് ജീവിക്കാൻ ഉപയോഗിക്കാം. പിന്നീട് പതുക്കെ അത് വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു റിട്ടയർമെൻ്റ് ഒക്കെ ആകുമ്പോഴത്തേന് നല്ല റിട്ടേൺസ് കിട്ടുന്ന രീതിയിലേക്ക് അതിനെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കണം. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും കൃത്യമായ ഒരു SOP വെച്ചിട്ട്, സിസ്റ്റമാറ്റിക് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ വിജയത്തിലേക്ക് എത്തും എന്നതൊരു സംശയമില്ല. ഇതിൽ ഒത്തിരി പേര് ചിന്തിക്കുന്ന ഒരു സംഭവമുണ്ട്, നമ്മൾ ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്നത് പോലെ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഞാൻ സംസാരിച്ച ഒട്ടുമിക്ക ആൾക്കാർ, അതായത് ഈ ഒരു സെറ്റപ്പിലേക്ക് വന്നിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം 1 ലക്ഷം രൂപ കൊണ്ട് 1 ലക്ഷം രൂപ തന്നെ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കും. പക്ഷേ ഒരു 5-6 മാസം വെച്ച് ഓഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ നഷ്ടമായിരിക്കും ഉണ്ടാവുക. അതിനകത്ത് പ്രോഫിറ്റ് വളരെ അപൂർവമായിട്ടേ ഉണ്ടാവാറുള്ളൂ. കിട്ടിയാൽ ഒരു 10-15% നമുക്ക് ഒരു 5-6 മാസം കൊണ്ട് കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ ഒരു കമ്പനി സെറ്റപ്പിൽ ഒരുപാട് ആൾക്കാരുടെ ബുദ്ധി വർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ അതിനകത്ത് നല്ല വിജയം നേടാൻ സാധിക്കും. ഒരു വർഷത്തിൽ നല്ല രീതിയിൽ, അത് വളരെ വ്യക്തമായ രീതിയിൽ ഓരോരുത്തർ ചിന്തിച്ചെത്തിയ അവസ്ഥകൾ. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. കാരണം ഇവിടെ ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നവർക്ക് ഇത്തരം ബിസിനസ്സിലൊന്നും താല്പര്യമില്ലാതെ മാർക്കറ്റ് അപ്ഡേറ്റ്സിന് വേണ്ടി വന്ന് കേൾക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് അതൊരു അരോചകമാവേണ്ട. ഇങ്ങനെയുള്ള ബിസിനസ്സിൽ നിങ്ങൾക്ക് കൃത്യമായ, അതായത് നിങ്ങളൊരു ഡയറക്ടർ ബോർഡ് മെമ്പർ എന്ന രീതിയിൽ തന്നെ അവകാശം ഉറപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ നിക്ഷേപം നടത്തുകയും അതിലെ എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് കൂടെ, ഇപ്പോൾ 10 പേരുള്ള 10 പേര് ഒന്നിച്ചിരുന്ന് മോണിറ്റർ ചെയ്ത് തീരുമാനിച്ചിട്ട് ചെയ്യാൻ പറ്റും. അത് ഒന്നിച്ച് ഒരേ നാട്ടിൽ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് റിമോട്ടായിരുന്നിട്ട് തിരുവനന്തപുരത്തും കൊല്ലത്തും ഇവിടെ കണ്ണൂരും കാസർഗോഡും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഒന്നിച്ച് ചേർന്ന് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണിത്. പിന്നെ ഒത്തിരി പേര് ചോദിച്ചത് സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കിക്കൂടെ എന്നുള്ളതാണ്. അപ്പോൾ അതുവഴി അതിൻ്റേതായ കുറേ നിയമപ്രശ്നങ്ങൾ ഉണ്ടാവും. സഹകരണ സംഘങ്ങൾക്ക് ഇങ്ങനെ നിക്ഷേപം നടത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തമായിട്ട് ധാരണയില്ല. ഞാൻ ചെയ്തിട്ടുള്ളത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഞങ്ങൾ 2 പേര് മാത്രമാണുള്ളത്. നാട്ടുകാരുടെ കാശ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ട്രേഡ് ചെയ്യുന്നുമില്ല. അതുകൊണ്ട് അതുമായിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡാറ്റയോ റിസൾട്ടോ അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒന്നിച്ച് ചേർന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ
അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ പറഞ്ഞു തരാൻ പറ്റും. ഓൾറൈറ്റ്, നമുക്ക് അടുത്ത ITR ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ് ദിവസമാണ് ഇന്ന്. ഫയൽ ചെയ്യാത്തവർ നിർബന്ധമായിട്ടും ചെയ്യുക. അത് ഒരു CA കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടും. സ്വന്തമായിട്ട് ചെയ്യാൻ ഒരുപാട് യൂട്യൂബ് ചാനൽസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവർ ഒരുപാട് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സ്റ്റോക്ക് ഇന്നലത്തെ ന്യൂസിൽ വന്ന സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ്, ബാലുഫോർജ്, ഇന്ത്യ മാർട്ട്, ഓറിയന്റൽ റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ, മാക്രോടെക് ഡെവലപ്പേഴ്സ് തുടങ്ങി നിരവധി സ്റ്റോക്കുകളാണ് ഈ ഒരു ന്യൂസിൽ ഇന്നലെ ഹൈലൈറ്റ്സ് ചെയ്തത്. ഏകദേശം 30-ലധികം കമ്പനികൾ ഇന്നലത്തെ ന്യൂസിലുണ്ടായിരുന്നു. ഇൻഡസ് ടവേഴ്സ് Q1 നെറ്റ് പ്രോഫിറ്റ് 43% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗെയിൽ Q1 റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് 77% വർദ്ധിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഈ രാവിലത്തെ ഒരു ഹൈലൈറ്റ്സ് ഉള്ളത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഡോ ജോൺസും S&P 500 ഒക്കെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. കൃത്യമായിട്ടൊരു ഡിറക്ഷൻ എടുത്തില്ല. കാരണം നെസ്ഡാക്ക് 222 പോയിന്റ് റെഡിലാണെങ്കിൽ ഡോ ജോൺസ് 203 പോയിന്റ് ഗ്രീനിലാണ്. സോ 2 ഡയറക്ഷനിൽ പോകുന്നുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. ഈ മറ്റ് മാർക്കറ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഒരു കൃത്യമായ ഒരു വൺ സൈഡ് ഡയറക്ഷൻ എവിടെയും പറയുന്നില്ല. പല രീതിയിലുള്ള മിക്സ്ഡ് ആയിട്ടുള്ള അപ്പ് ഡൗൺ എന്നുള്ള മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത്, ഇന്നലത്തെ ക്ലോസിങ് 24,911 ആയിരുന്നു. ഇന്ന് ഓപ്പൺ ആയത് 24,910 ഈ കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 24,928 ഓപ്പണായ സ്ഥലത്ത് നിന്നും 17.5 പോയിന്റ് മുകളിലായിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ദെൻ ഇന്നത്തെ ഗ്ലോബൽ ഇവൻറ്റ്സിലേക്ക് വരികയാണെങ്കിൽ US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇന്നാണ്. ജപ്പാൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മന്ത് ഓൺ മന്ത്, ജപ്പാൻ റീറ്റെയിൽ സെയിൽസ് ഇയർ ഓൺ ഇയർ, ഓസ്ട്രേലിയ മന്ത്ലി CPI, ചൈന NBS നോൺ മാനുഫാക്ചറിംഗ് PMI, ഓസ്ട്രേലിയ ഇൻഫ്ലേഷൻ റേറ്റ്, ജപ്പാൻ BOJ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, ജപ്പാൻ കൺസ്യൂമർ കോൺഫിഡൻസ്, ജർമ്മനി റീറ്റെയിൽ സെയിൽസ് ഇയർ ഓൺ ഇയർ, ഫ്രാൻസ് ഇൻഫ്ലേഷൻ റേറ്റ്, ദെൻ ഇവിടെ ഇന്ത്യ M3 മണി സപ്ലൈ ഇയർ ഓൺ ഇയർ, ഇന്ത്യ ഗവൺമെൻറ് ബജറ്റ് വാല്യൂ, യൂറോ ഏരിയ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ. ഇത്രയും ഗ്ലോബൽ ഈവൻറ്റ്സ് ആണ് ഇന്ന്, അതിൻ്റെ ഡാറ്റയാണ് ഇന്ന് പുറത്തു വരാനുള്ളത്. ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ 300-ലധികം കമ്പനികൾ ഇന്നുണ്ട്. അതിൽ നിന്നും എനിക്ക് പരിചയമുള്ള കുറച്ച് കമ്പനികൾ ഞാൻ അവിടെ നോട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ടാറ്റ സ്റ്റീൽ, അംബുജ സിമെൻറ്റ്സ്, ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ, സീൽ, ബാങ്ക് ഓഫ് ബറോഡ, ടീം ലീസ് സർവീസസ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, സ്റ്റീൽ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, റിലാക്സോ ഫുഡേഴ്സ്, റൈറ്റ്സ്, ആസ്ട്ര DM ഹെൽത്ത് കെയർ, മാരുതി സുസുക്കി ഇന്ത്യ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, KPR മിൽസ്, JK ലക്ഷ്മി സിമെൻറ്റ്, IIFL സെക്യൂരിറ്റീസ്, LG എക്യുപ്മെൻറ്റ്സ്, കോൾ ഇന്ത്യ, അദാനി പവർ, ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമർ ഇലക്ട്രിക്കൽ. ഇത്രയും കമ്പനികളുടെ റിസൾട്ട്, ഇത്രയല്ല ഇതിനേക്കാൾ 300-ലധികം കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് വരാനുള്ളത്. FNO ബാനിൽ ഇന്ത്യ സിമെൻറ്റ് മാത്രമാണ് ഇന്നുള്ളത്. മാസം അവസാനിക്കുകയാണ്. നാളെ മുതൽ പുതിയ മാസമാണ്. തീർച്ചയായിട്ടും കുറച്ചുകൂടി മാർക്കറ്റ് സ്പീഡാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5,598 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5,565 കോടിയുടെ ബൈങ് ആണ് ചെയ്തത്. ഇതുവഴി ഇന്നലെ 33 കോടിയുടെ സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ അനുഭവപ്പെട്ടത്. ഈ മാസത്തിൽ ഇതുവരെയായിട്ട് 28,989 കോടിയുടെ നെറ്റ് ബൈങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടിയിട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 24,839 ഓപ്പണായിട്ട് 17 പോയിന്റ് ലാഭത്തിൽ 24,857 ക്ലോസ് ചെയ്തു. 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 412 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഈ മാസത്തിൽ 864 പോയിന്റ്, നല്ല മികച്ച മുന്നേറ്റമാണ് നിഫ്റ്റിയിൽ വന്നത്. 864 പോയിന്റ് ഒരു 20 ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.6% ഗ്രോത്ത് ഒരു മാസത്തിൽ അടിപൊളിയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ പോകണം 12 മാസം കൊണ്ട് 36-40% അടുത്ത് വരില്ലേ? അങ്ങനെ ഒരിക്കലും വരില്ല. എന്നാലും കൂടി ഒരു ആവറേജ് പ്രൊജക്ഷൻ നോക്കുകയാണെങ്കിൽ അങ്ങനെ വരുമല്ലോ. അപ്പോൾ ആവറേജ് ഒരിക്കലും അങ്ങനെ എത്തില്ല. കാരണം എല്ലാ മാസവും പ്രോഫിറ്റ് അല്ലല്ലോ, എല്ലാ മാസം ലോസും പ്രോഫിറ്റും മിക്സ് ആയിട്ടാണ് വരിക. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നിഫ്റ്റിയിൽ നാരോ CPR ആണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിഫ്റ്റിയിൽ കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാസം അവസാനമാണ്. ദെൻ ഇന്ന് ഇന്ത്യ വിക്സ് ഓപ്പൺ ആകാൻ പോകുന്നത് 12.88 പുട്ട് കോൾ റേഷ്യോ നിഫ്റ്റിയുടേത് 1.1 ആണ്, ക്ലിയർലി ബുള്ളിഷാണ്. കോൾ സൈഡിൽ ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 25,000 90 ലക്ഷമാണ്. അതേപോലെ ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ള 24,500 81 ലക്ഷമാണ്.
ബാങ്ക് നിഫ്റ്റി ഇന്നലെ 115 പോയിന്റ് മുന്നേറ്റത്തിലാണ് ക്ലോസ് ചെയ്തത്. ഫിൻ നിഫ്റ്റി 39 പോയിന്റ് മുന്നേറ്റത്തിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 106 പോയിന്റ് മുന്നേറ്റത്തിലാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ മിഡ് ക്യാപ്പ് 67 പോയിന്റ് മുന്നേറ്റത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, അതായത് ഗ്രീനിൽ തന്നെ ക്ലോസ് ചെയ്യുന്ന ഒരു ദിവസം എന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇന്നലെ എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്, അതായത് ഒരു ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇവിടെ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് മാർക്കറ്റിനെ തള്ളി വിട്ടിട്ട് ഇന്നലെ മിനിഞ്ഞാന്നത്തെ ആ ന്യൂസിൻ്റെ ഒരു എഫക്റ്റാണ് ഈ റെഡ് ക്യാൻഡിൽ കാണുന്നത്. അതിനുശേഷം ശരിക്കും ഇത് മുകളിലോട്ടാണ് പൊങ്ങി പോകേണ്ടത്. നോക്കാം ഇന്ന് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ദെൻ ഇൻട്രാഡേയിലേക്ക് വരികയാണെങ്കിൽ, ഇൻട്രാഡേയിൽ മാർക്കറ്റ് മോസ്റ്റ് പ്രോബബ്ലി ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ലോനേക്കാളും താഴെയായിരിക്കും എന്ന് പറയുന്നു. ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ഹൈനേക്കാളും താഴെയായിരിക്കും. അതായത് മാർക്കറ്റ് ചെറിയ രീതിയിൽ ഇന്നലത്തെ അതേ റേഞ്ചിലാണ്, പക്ഷേ ചെറിയ രീതിയിൽ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങും എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത്. അതേപോലെ എന്താ പറയുക, CPR-ഉം നോട്രേഡ് സോണും തമ്മിലുള്ള കോമ്പിനേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് തരും എന്നാണ്. മോസ്റ്റ് പ്രോബബ്ലി ഇത് ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് തരും എന്നാണ് ഇത് പറയുന്നത്. CPR-ഉം നോട്രേഡ് സോണും തമ്മിലുള്ള കോമ്പിനേഷൻ. ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്ന 51,842 അതല്ല ഡേ ലോയാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ 51,157 വരെയും മാർക്കറ്റ് ഇറങ്ങിപ്പോവാനും സാധ്യതയുണ്ട്. നോട്രേഡ് സോണിലേക്ക് നോക്കുകയാണെങ്കിൽ നോട്രേഡ് സോണായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു CPR-ൻ്റെയും ഈ നോട്രേഡ് സോണിൻ്റെയും ഈ ഒരു ഏരിയ നമുക്ക് പുതിയ എൻട്രി എടുക്കാതെ ഒഴിവാക്കി വിടാൻ ശ്രമിക്കാം. അതായത് 51,608 മുതൽ 51,501 വരെയുള്ള ഒരു 107 പോയിന്റിൻ്റെ ഒരു സോൺ, ഈ ഒരു സോണിനെ ഫ്രഷ് എൻട്രി ഇതിനകത്ത് നമ്മൾ എടുക്കാതെ ഒഴിവാക്കി വിടാം. ദെൻ മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ ഓപ്പണായിട്ട് ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം മുകളിൽ എവിടെയായാലും മാർക്കറ്റ് ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് മുകളിൽ ഓപ്പണായിട്ട് താഴോട്ട് വരുന്ന രീതിയിലായിരിക്കും ഇന്നത്തെ ഡേ ക്യാൻഡിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ദെൻ ഒരു മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഇന്നത്തെ എക്സ്പെക്റ്റഡ് ഡേ ഹൈ എന്ന് പറയുന്ന ഈ സോണിൽ നല്ല രീതിയിൽ റിജക്ഷൻ ഉണ്ടാകും. 51,891 842 എന്ന 50 പോയിന്റിൻ്റെ ഈ ഒരു സോൺ, ഇവിടെ മാർക്കറ്റിൽ നല്ല റിജക്ഷൻ ഉണ്ടാകും. ഇൻ കേസ് ഇത് കട്ട് ചെയ്ത് കയറിപ്പോയി കഴിഞ്ഞാൽ ഇന്ന് 52,062 വരെയും മാർക്കറ്റ് കയറിപ്പോയേക്കാം. ഇനി ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ ഇന്ന് കടുകട്ടി റെസ്റ്റ് സപ്പോർട്ടായിട്ട് നിൽക്കാൻ പോകുന്നത് 51,159 എന്ന ഈ ഒരു ലെവലിൽ മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ട് പോവില്ല എന്ന ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ. അപ്പോൾ മാർക്കറ്റ് അവിടെ വരെ ഇറങ്ങി എത്തുമോ എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. എത്തിക്കഴിഞ്ഞാൽ അതിന് താഴോട്ട് പോവില്ല എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 51,159 157 2 പോയിന്റിൻ്റെ ഗ്യാപ്പിലുള്ള ഒരു സപ്പോർട്ട് ലൈൻ. ഓക്കെ, ഇനി ഒരു കൺസോളിഡേഷൻ പ്രതീക്ഷിക്കേണ്ടത് ഈ ഒരു സോണിലാണ്. യെസ്റ്റർഡേ ലോയും ഇന്നത്തെ S1-ഉം കയറി ഒന്നിച്ച് വരുന്ന ഒരു സോണുണ്ട്. ഒരു 51,330 260 ഏകദേശം ഒരു 60 പോയിന്റിൻ്റെ 70 പോയിന്റിൻ്റെ ഒരു സോണുണ്ട്. ആ സോണിൽ ഒരു കൺസോളിഡേഷൻ വരാം. അവിടുന്ന് വലിയ സപ്പോർട്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. എന്തായാലും ലൈവ് മാർക്കറ്റിലെ കാര്യമാണ്. ഇപ്പോഴേ തള്ളി വിട്ടിട്ട് അതങ്ങനെ സംഭവിക്കില്ല എന്നൊക്കെ തള്ളി മറിച്ചിട്ട് അവസാനം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ലൈവ് മാർക്കറ്റിലെ ഡാറ്റ നിങ്ങൾ നിർബന്ധമായിട്ടും അനലൈസ് ചെയ്യുക. മാർക്കറ്റ് ട്രെൻഡിനനുസരിച്ച് പോകാൻ ഞാൻ പറഞ്ഞു എന്ന് കരുതി ഞാൻ പറഞ്ഞതുപോലെ പോകരുത്. മാർക്കറ്റിൽ എന്താണോ നിങ്ങൾ കാണുന്നത് അതും ഞാൻ പറഞ്ഞതും ഒരേ രീതിയിലാണെങ്കിൽ അത് ഞാൻ പറഞ്ഞതായിട്ട് പോയിക്കോളൂ. അല്ല മാർക്കറ്റിലെ ട്രെൻഡ് ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞതിന് എഗെയിൻസ്റ്റ് ആണ് പോകുന്നതെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് ട്രെൻഡിൻ്റെ കൂടെ പോവുക. ഓൾറൈറ്റ്, അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ.